അസ്സലാമു അലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് അല്ലേ ഞാൻ എന്ന വ്യക്തി സ്ക്രീനിലോട്ട് വരുന്നത്. അതായത് നമ്മുടെ ഫേസൊന്നും ഞാൻ കാണിക്കാണ്ടായിരുന്നല്ലോ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും പുറത്തൊക്കെ പോവല്ലേ, അപ്പോൾ ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വല്ല ചേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലോ എന്നുള്ളൊരു സന്തോഷത്തിൻ്റെ ഒരു ഇതിലും കൂടി കാണിച്ചതാണ്. പിന്നെ എന്താണ് വിശേഷം നിങ്ങൾ പറയൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റിഹാൻ എവിടെ ചേർത്തുന്നു, റിഹാൻ ഏത് കോഴ്സാണ് എടുക്കുന്നത്, അങ്ങനെ പലതും പറഞ്ഞ് അപ്പോൾ നമ്മളെന്തായാലും അവനെ ചേർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അന്ന് മോർണിംഗ് മുതൽ തന്നെ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. കുറേ ദിവസമായില്ലേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ അതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാല് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഇക്ക. ഇനി നമുക്ക് വേഗം ചായയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റും സെറ്റാക്കി. പിന്നെ തലേദിവസം ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയും മോനൊക്കെ അത് കഴിക്കും. ഞാനും റിഹാനും ഇക്കയാണ് പോകുന്നത്. അയാൻകുട്ടി ഇങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്കൂളിലോട്ട്. ഇത് സൺഡേ മൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയി, പിന്നെ ഉമ്മയും ഉപ്പയാണ്. ഉമ്മ ബിരിയാണി കഴിക്കും, ഉപ്പാക്ക് ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചായ വെച്ച ശേഷം ബാക്കിയുള്ള പണികളൊക്കെ വേഗം ഒരുക്കിയിട്ട് ഒരു 10:30 ആകുമ്പോഴത്തേന് ഇറങ്ങണം. 10 to 10:30 അതിൻ്റെ ഉള്ളിൽ ഇറങ്ങണം കേട്ടോ വീട്ടിൽ നിന്ന്. എന്നാലേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ വേഗം സെറ്റാക്കിയിട്ട് നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു വരാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. അവിടെ പോയപ്പോഴാണ് ഇത് വലിയൊരു പ്രോസസ്സാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് എനിക്ക് കേട്ടോ. ഞാൻ വിചാരിച്ചു എല്ലാം സെറ്റല്ലേ, ഇക്കാൻ്റെ ഫ്രണ്ട് വഴിയാണ് നമ്മൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടെ പോയി പൈസ അടച്ച് വന്ന് ഒക്കെ കഴിഞ്ഞ ഒരു 1.5 മണിക്കൂർ കാര്യം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊക്കെ പോയത് കേട്ടോ. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെയൊന്നല്ല എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായത്. അപ്പോൾ വേഗം നമ്മൾ അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എവിടെയാണ്, എന്താ വ്ളോഗ് ഇടാത്തത്, അങ്ങനെ പല ക്വസ്റ്റ്യൻസ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ വെറും 2 വ്ളോഗാണ് ഇട്ടിരിക്കുന്നത് എന്നാണ് എനിക്കൊരു തോന്നൽ. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഡെയിലി വ്ളോഗ് ഇടാം എന്നാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ മനുഷ്യന്മാരല്ലേ, സിറ്റുവേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെന്താ അത് പോയിട്ട് വരുന്നില്ല. ഞാൻ എന്തെടുക്കാനാണ് പോയത്, ഇന്നലത്തെ ബിരിയാണി എടുക്കാൻ പോയതാ, അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വ്ളോഗ് അത്യാവശ്യം ലെങ്തി വ്ളോഗാണ്, ഫുള്ളായിട്ട് കാണണം കേട്ടോ. കുറേ ദിവസമായാലും ഇട്ടിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം വലിയ വ്ളോഗ് തന്നെ അങ്ങോട്ട് ഇട്ടു. പിന്നെ ഉപ്പാക്ക് ഇങ്ങനെ വഴുതനങ്ങ പൊരിച്ചത് ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് പൊരിക്കാൻ വേണ്ടി വെച്ചു. രാവിലെ ഞാൻ പറയാറുണ്ടല്ലോ എഗ്ഗ് കഴിക്കാറുണ്ട് എന്ന്, അത് ഉപ്പിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വഴുതനങ്ങ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടേക്കുന്നത്. അപ്പോൾ അയൻകുട്ടിക്ക് ഞാൻ ബിരിയാണി തന്നെയാണ് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുന്നതും. ഇത് 1 വീക്ക്, ഈ ഒരു സൺഡേ അല്ല കേട്ടോ, കഴിഞ്ഞ സൺഡേ ആണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എടുത്തത്. പിന്നെ ഈ ആഴ്ചയിൽ മൊത്തം വ്ളോഗ് എടുക്കാൻ പറ്റിയ ഒരു ഇതൊന്നും ആയിരുന്നില്ല. വയറുവേദന അങ്ങനെ ഇങ്ങനെ, ഹെൽത്ത് ശരിയല്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിരുന്നു. മോനിക്ക് ഹെൽത്ത് ശരിയായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ കേസുകളായിരുന്നു വീട്ടിൽ. അങ്ങനെ ഞാൻ അവനക്ക് ലഞ്ചാക്കി അതൊന്ന് ഇതാക്കാൻ കൊടുത്തു. ബിരിയാണി തന്നെ കഴിക്കാമെന്നും പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എനിക്കും മക്കൾക്കും രാവിലെ ബിരിയാണി കിട്ടിയാലും എന്ത് കിട്ടിയാലും ഞങ്ങൾ കഴിക്കും കേട്ടോ. അതായത് ഞാനും റിഹാനും അയാനൊക്കെ. ഉമ്മയും ഇക്കയും ഉപ്പൊന്നും കഴിക്കില്ല, പക്ഷെ ഞങ്ങൾ കഴിക്കും. നമ്മൾ എന്താ പറയുക, ആ സൈഡ് മലപ്പുറം കൾച്ചറിൽ ജനിച്ച് വളർന്ന് അങ്ങനെ ഒരു ഇതായിരുന്നില്ലേ, അതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അതിൽ. കുട്ടികൾക്ക് ഞാൻ അവിടെ പോയി കഴിഞ്ഞാലും ഒക്കെ ഞാൻ ബിരിയാണിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ രാവിലെ ചൂടാക്കിയൊക്കെ കൊടുക്കും. പൊറോട്ട, ബിരിയാണി, ചിക്കൻ എന്താണെങ്കിലും രാവിലെ കഴിക്കും. ചില ആൾക്കാർ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം മാത്രമല്ലേ രാവിലെ കഴിക്കുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഡയറ്റ് പ്രമാണിച്ചിട്ടാണ് ഞാൻ രാവിലെയും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എന്ന് വിചാരിച്ച് ബിരിയാണി ഹെൽത്തി അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയല്ല. ബിരിയാണിയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ അടിച്ചു വാരിയിട്ടുണ്ട്, മോനിക്ക് കഴിക്കാനും കൊടുത്തു. അതിനുശേഷം ഞാൻ തുണികളൊക്കെ ഒന്ന് തോരിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ.
ഫൈസൂന് എന്നും പരാതിയാണല്ലോ, എന്നെ എന്താ ഫോളോ ചെയ്യുന്നില്ലേ? ഫൈസൂന് ചാനലുണ്ടോ? ഫോളോ ചെയ്യാൻ മീൻസ് വായിക്കുന്നില്ലേ എന്നാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ കമൻറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. നിങ്ങൾ എന്നെ പറയാറുണ്ട് വ്ളോഗ് കാണാൻ ടൈം കിട്ടാറില്ല എന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? പിന്നെ എന്തൊക്കെ കഴിക്കുന്ന നിങ്ങളുടെ ജീവിതം സ്വർഗമാണ് എന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെ ലൈഫിലുള്ളത് സോഷ്യൽ മീഡിയയിൽ ഞാൻ പൊതുവേ കാണിക്കുന്നത് കൂടുതലായിട്ടുള്ള റെസിപ്പികളും പിന്നെ നമ്മൾ ഒന്നിച്ച് കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. എന്ന് വിചാരിച്ച് നമ്മുടെ ലൈഫ് ഭയങ്കര സ്വർഗ്ഗമാണ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര നരകമാണ് ഇങ്ങനെയൊന്നും ഒരിക്കലും നമ്മുടെ ഒരു 10-15 മിനിറ്റിൻ്റെ വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തരുത്. കാരണം ഒരുപാട് പേര് നോക്ക് ആ ലൈഫ് നോക്ക്, അത് നമുക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പല വീഡിയോസും കണ്ടിട്ട് നമുക്ക് തോന്നാറുണ്ട്. എൻ്റേന്ന് മാത്രമല്ല, പൊതുവേ ഭയങ്കര ലാവിഷ് ലൈഫ് കാണുമ്പോൾ എനിക്കടക്കം തോന്നാറുണ്ടോ ഇവർക്കൊക്കെ ഭയങ്കര അടിപൊളി ലൈഫാണല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ ലൈഫിൽ നമ്മുടെ പോസിറ്റീവായിട്ട് മാത്രം കാണുക, അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക, അത്രയേ ഉള്ളൂ. അങ്ങനെ അനാറ് ഇന്നലെ അത് ഫുള്ള് എനിക്ക് റെഡിയാക്കി തന്നതാണ്. അപ്പോൾ ഞാൻ അതിനെ എടുത്തു, ഇക്കാക്ക് എടുത്തു, എല്ലാവർക്കും കൊടുത്തു. എൻ്റെ പ്ലേറ്റിലും വെച്ചു, 2 എഗ്ഗ് വെച്ചു, ചമ്മന്തിയും വെച്ചു കേട്ടോ. എനിക്ക് പിന്നെ തേങ്ങയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം വിചാരിച്ചാൽ ഒന്നും നടന്നില്ല. അപ്പോൾ മോന് ഫയലും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നു. അവനോട് ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിരുന്നു കേട്ടോ ആദ്യം. അപ്പോൾ അവന് അതൊന്നും വേണ്ട, ഞാൻ സിമ്പിൾ ഡ്രസ്സ് ചെയ്യാമെന്നും പറഞ്ഞ് ജീൻസും ടീഷർട്ടും എടുത്തിട്ടു. അത് കണ്ടിട്ട് ഇങ്ങനെ വരണ്ട, നല്ല ടിപ്പ് ടോപ്പിൽ വാന്നും പറഞ്ഞിട്ട് പറഞ്ഞയച്ചിട്ട് ഇങ്ങനെ പോയി. മുടിയും കൂടി വെട്ടണമായിരുന്നു, പക്ഷെ അവന് പറഞ്ഞു ഇനി കോളേജിൽ പോകുന്ന സമയത്ത് വെട്ടാം, അതുവരെ വളർത്തട്ടെ ചോദിച്ചു. ഓക്കെ, വളർത്തിക്കോട്ടെ, കുട്ടികളുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ. പണ്ടൊക്കെ എനിക്ക് മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പോൾ മുടി വെട്ടി വിടുമായിരുന്നു. ഇപ്പോൾ മുടി വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, പക്ഷേ ഞാൻ വെട്ടാറുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് മുടി വെട്ടണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ വെട്ടും. ആരുടെ പെർമിഷനൊന്നും ഞാൻ ചോദിക്കാറുമില്ല, എടുക്കാറുമില്ല. എൻ്റെ മുടി ഈ പറഞ്ഞ പോലെ എൻ്റെ മുടി എൻ്റെ ലൈഫ്, അത്ര തന്നെ. അപ്പം എനിക്ക് മുടി വെട്ടാൻ തോന്നിയ വെട്ടും, വളർത്താൻ തോന്നിയ വളർത്തും. അതൊക്കെ എൻ്റെ ഒരു തീരുമാനം മാത്രമാണ്. അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ കുട്ടികൾക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് അവരുടെ ഈ മുടിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാത്തത്. പിന്നെ കോളേജിൽ പോയപ്പോൾ സാറെന്നെ പറഞ്ഞു, നീ എടുത്തിരിക്കുന്ന കോഴ്സ് ഭയങ്കര ഒരു അടിപൊളി കോഴ്സാണ്, അപ്പോൾ അതിന് വരേണ്ട രീതിയും ഒക്കെ അറിയാമല്ലോ. അവൻ അവിടെ പോയിട്ട് ആകെ ചോദിച്ചത് എന്താണെന്നറിയോ, മുടി വെട്ടണോ എന്നുള്ളത്. അപ്പോൾ പിന്നെ അറിയാമല്ലോ, ഇത് എയർഫോഴ്സിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ക്യാൻറ്റീനും അങ്ങനെ പലതും ഉണ്ട് ഇവിടെ. അതാണ് ഇവിടെ ഇത്രയും നീറ്റായിട്ടിരിക്കണം. ഞാൻ ഇക്കാനോട് ചോദിക്കുകയാണ് തമിഴ്നാട്ടിൽ ഇത്രയും വൃത്തി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇക്ക പറയും ഇവിടെ എയർഫോഴ്സിൻ്റെ ഒരു ഇതാണ്, അത് കാരണമാണ് ഇത്രയും വൃത്തിയായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മളോട് ഇവരുടെ തന്നെ ഹിന്ദുസ്ഥാൻ കോളേജിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവരുടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ഇതിലോട്ടാണ് പോകാൻ പറഞ്ഞത്. അവിടെ പോയി ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻജിനീയറിംഗ് കോളേജിലോട്ട് പോയത് കേട്ടോ. ആ കോളേജ് നമ്മൾ മോനെ ചേർത്തിയ കോളേജ് ഉണ്ടല്ലോ ഹിന്ദുസ്ഥാന്, അതിൽ ഭയങ്കര വലിയ ക്യാമ്പസ്. അത് കണ്ടിട്ട് ശരിക്കും പാലക്കാട് അഹല്യയിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കേട്ടോ, അത്രയും വലിയൊരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഓരോ ഭാഗങ്ങളിലായിട്ട് ഓരോരോ ടൈപ്പ് സാധനങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട്. ഞാൻ ഈ സാധനങ്ങൾ എന്നൊക്കെ പറയാൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ ആട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോണ വഴിയിൽ കോഫി കുടിക്കാൻ തോന്നി. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ഇതിൽ കയറി കോഫിയൊക്കെ കുടിച്ചു. ഇക്കാന് ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ കെയർ ഓഫിലാണ് നമ്മൾ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഒരു 3-4 കോളേജൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ അധികം അങ്ങോട്ട് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അതൊക്കെ കേൾക്കുന്നോ അതൊന്നും കാണാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തി. പിന്നെ നമ്മൾ ക്യാഷ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതെടുക്കാൻ വേണ്ടി തൊട്ടടുത്തൊരു ബാങ്കിൻ്റെ അങ്ങോട്ടൊക്കെ വന്നു കേട്ടോ. അപ്പം ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ, എനിക്ക് വല്ല ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് ആ ചെറിയ പാർട്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ചായ വേണോ ഐസ്ക്രീം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നിലും വീണില്ല, കാരണം കുറച്ചായല്ലോ, 48 ദിവസമായിട്ടുണ്ട് ഞാൻ. അപ്പോൾ മുഖത്ത് നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ അതിന് ശേഷം പുരികം ത്രെഡിയോ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെയാണ് ആ ഒരു അമ്മാതിരി കോലത്തിലിരിക്കുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. പിന്നെ ആദ്യം ഞാൻ വിചാരിച്ച ഒരു വെയിറ്റിലോട്ട് അങ്ങ് ഞാൻ എത്തട്ടെ. അവിടുന്ന് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്, ഹിന്ദുസ്ഥാൻ എൻജിനീയറിംഗ് കോളേജിലോട്ടാണ് പോകുന്നത്
പോകുന്നത്. അവിടെ പോയിട്ട് വേണം. അവന് എടുത്ത കോഴ്സ് AI BTech ആണ് കേട്ടോ, അവനെടുത്ത കോഴ്സ്. അപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തി. അവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമുക്ക് വഴി തെറ്റിയിട്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടാണ് കയറിയത്. അവർ പറഞ്ഞു ഇവിടെയല്ല, കുറച്ചും കൂടെ നിങ്ങൾ വരുന്ന ഇതിൽ ഫസ്റ്റ് ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. നിറയെ മരങ്ങളും പൂക്കളും ചെടികളൊക്കെ ആയിട്ട് വേറൊരു ലോകത്തോട്ട് കയറിയ പോലെ ഒരു ഫീലായിട്ട് എനിക്ക് അങ്ങോട്ട് കയറിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. എന്താ പറയുക, ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയിട്ടോ. ഞാൻ ഇതുവരെ കോളേജിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, അതായത് പഠിക്കാനായിട്ടോ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊന്നും ഞാൻ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കയറിയപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിൽ ഭയങ്കര മിസ് ചെയ്തൊരു കാര്യമാണ് ഞാൻ ചെയ്തത് എന്ന്. ഞാൻ ചെയ്തു, എൻ്റെ വീട്ടുകാരും ചെയ്തു അങ്ങനെ. അപ്പോൾ അത് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇതൊന്നും മിസ് ചെയ്യരുത്. എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുപരി നമുക്കിതൊക്കെ പിന്നീട് ആലോചിക്കാനും സന്തോഷിക്കാനൊക്കെ ഉള്ളൊരു മൊമെൻറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ആകാശവും ഒക്കെ നോക്കി ഞാൻ എൻ്റെ ഫോണിൽ കൂടെ നോക്കി കേട്ടോ ഉദ്ദേശിക്കുന്നത്. അവിടെ നിങ്ങോട്ട് പോന്നു. പിന്നെ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ടോ. അങ്ങനെ പോയപ്പോൾ നിറയെ ക്യാൻറ്റീന്, കോഫി, അങ്ങനെ ഓരോ ഭാഗത്തും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒന്നും ടെൻഷനൊന്നുമില്ല. കയ്യിൽ ക്യാഷ് ഉണ്ടായാൽ മതി, വേറെ ടെൻഷനൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. പിന്നെ ഫുട്ബോളിൻ്റെ ടർഫും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അയൻകുട്ടി അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പഠിക്കാം എന്ന് പറയുമായിരിക്കും ആ ഫുട്ബോളിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ അല്ലേ. പിന്നെ ഇഡലി പാത്രത്തിൻ്റെ ലിങ്ക് ഉണ്ടോ ചോദിച്ചു. ഇല്ല കേട്ടോ, അത് ഞാൻ ഓഫ്ലൈന് മേടിച്ചതാണ്. പിന്നെന്താണ്, എനിക്ക് നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ് പറയുന്നുണ്ട്, താങ്ക് യു. ജിനിയുടെ സംസാരം ഇഷ്ടമാണ് പറയുന്നുണ്ട്, താങ്ക് യു. ജിനി ഒരുപാട് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്, താങ്ക് യു. അപ്പോൾ ഇതായിരുന്നു അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മളവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ പോയി പാർക്ക് ചെയ്തു. അത്യാവശ്യം വലിയ ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ മാനേജറിനെയൊക്കെ കണ്ട് സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ എന്താ പറയുക, ഫീസും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഭയങ്കര ഹാപ്പിയായി. മെയിൻ അവർക്ക് അതും ഉണ്ടാവുമല്ലോ. പിന്നെ ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ, ഭയങ്കര ബിഗ്. അപ്പോൾ ഈ ഒരു പൂക്കളും ചെടികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ. ഞാനങ്ങനെ മെല്ലിന് ഒട്ടിയോ, എനിക്ക് ഈ വീഡിയോയിൽ കണ്ടപ്പോൾ തോന്നുകയാണ്. നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ എൻ്റെ മോനെ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പടച്ചോനെ എന്നും പറഞ്ഞ് നമ്മളങ്ങോട്ട് ഇരുന്നു. ആദ്യം 2-3 പ്രാവശ്യം എനിക്ക് കയറ്റാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവൻ്റെ എല്ലാ ഇതിലും ഇടുന്നുണ്ട്. ചിലപ്പോൾ അവൻ വ്ളോഗ് കണ്ടോ ജിനിമ എന്തിനാ അതൊക്കെ ഇട്ടു എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കുമായിരിക്കും. പക്ഷെ അതൊക്കെ അവിടെ കിടന്നോട്ടെ. എന്താ പറയുക, ഈ ചെറിയ ഇതിൽ തന്നെയല്ലേ നമ്മൾ വലുതാവുക അല്ലേ. അപ്പോൾ അവന് പതുക്കെ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പല റീലിലും കാണുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങോട്ട് പോകണ്ടടാ, ഇങ്ങോട്ട് ഇതേ പോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലേ. ഞാൻ എന്നിട്ട് ഇക്കാക്ക് അങ്ങനത്തെ റീലുകൾ വന്ന് ഫുള്ള് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ, അവർ രണ്ടുപേരും പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഹൈവേൻ്റെ അവിടെ എത്തിയപ്പോഴാണ് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്, വാളയാർ ആ ഭാഗത്ത് കേട്ടോ. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ അവൻ പാർക്ക് ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും എടുത്തിട്ട് വീണ്ടും പാർക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ അവനോട് പറഞ്ഞ്, ഞാൻ ഡ്രൈവ് ചെയ്യുമായിരുന്നല്ലോ പണ്ട്, ഇപ്പം അല്ല. അപ്പോൾ അവനോട് പറഞ്ഞു, ഞാൻ ജിനിമാൻ്റെ കൂടെ ഇരുന്നിട്ട് ഇത്രയും പേടിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് കിട്ടിയ ഭയങ്കര വലിയ കോംപ്ലിമെൻ്ററി ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, വാളയാറിൻ്റെ അവിടെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇഷ്ടമായിട്ടോ, നല്ല ഫുഡ്. ഞാൻ കാഷ്യൂ ഒക്കെ ഉള്ള ഒരു അൽഫാം ഓർഡർ ചെയ്ത്, എന്തോ കാജു എന്തോ പറഞ്ഞിട്ടാണ് കേട്ടോ അൽഫാമിൻ്റെ പേര്. പിന്നെ റിഹാന അവരുടെ സ്പെഷ്യൽ ഓർഡർ ചെയ്തു. ഇക്ക പെപ്പർ വെച്ചിട്ട് എന്തോ ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ മിൻറ്റ് ടീ ഓർഡർ ചെയ്തു. അവർ പിന്നെ എന്തോ ജ്യൂസാട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഫുഡ് നല്ല ഫ്രഷും ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ ആംബിയൻസും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതേ കയറിക്കോ. നമ്മുടെ A2Bൻ്റെ കുറച്ച് ഇപ്പുറത്താണ് കേട്ടോ. ബോർഡ് ഉണ്ട്, ഉള്ളിലോട്ട് ജസ്റ്റ് നോക്കിയാലാണ് നമുക്ക് വ്യൂ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പോയി നോക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പത്തെ വ്ളോഗാണ് കേട്ടോ ഈ കാണുന്നത്.
ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗാണ്, അതായത് നമ്മുടെ സൺഡേ വ്ളോഗ് കേട്ടോ. ഞാൻ തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് നമ്മൾ എന്താ പറയുക ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ മട്ടൻ എടുത്ത് പുറത്ത് വെക്കണം. അതുപോലെ മട്ടൻ അത്യാവശ്യമുണ്ട് കേട്ടോ, നമുക്കൊരു ബിരിയാണി വെക്കുക, ഗ്രേവി ഉണ്ടാക്കുക. അപ്പോൾ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് വലിയ പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. പിന്നെ നേരെ പോയിട്ട് ഞാൻ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറേ കമൻസ് ഉണ്ട്, ഇതിലൊക്കെ ഫുള്ള് വായിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല, നോക്കാം. അങ്ങ് ജപ്പാനിൽ നിന്ന് വരെ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ മലയാളം വായിച്ചപ്പോൾ എന്തൊക്കെയോ തോന്നി. നമുക്ക് എന്തായാലും ഇത് നോക്കണോ, എന്താ ചെയ്യണ്ടേ? അപ്പോൾ പാല് വരാണ്ടായപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കഴുകി, നമ്മുടെ വലിയുള്ളി ഇന്നലെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പാല് ഇതപ്പുറത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു, ചായ വെക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ വെച്ചു. അങ്ങനെ അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് കുറേ പേര്. വലൈക്കും അസ്സലാം. തൈറോയിഡ് ഉള്ളത് കൊണ്ട് എനിക്കും പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം ഭയങ്കര ദേഷ്യമാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കിട്ടൂല. ഞാൻ പിന്നെ ദേഷ്യം തീർക്കുന്നത് അധികം എൻ്റെ മക്കളോടായിരിക്കും കേട്ടോ. മക്കളോടല്ലേ കേട്ടോ എൻ്റെ അടുത്ത്. ഇതിൻ്റെ അപ്പുറം ഒരു ദേഷ്യം നമ്മൾ ആരോടും തീർക്കാറില്ല കേട്ടോ, അതൊരു ഭാഗ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ മാക്സിമം ചിലപ്പോൾ ചെറിയ ആളിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും ഒന്ന് കയർത്തു. പിന്നെ അങ്ങനെ ഒരു എന്താണിത് ഹോർമോണിൻ്റെ പ്രശ്നമാണല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നും ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യും. മാക്സിമം കുട്ടികളുടെ അടുത്താവുമ്പോൾ ദേഷ്യം വന്നാൽ മിണ്ടാണ്ടിരിക്കണം നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ മിണ്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടൂല. ഈ നമ്മുടെയൊക്കെ ഉമ്മമാരിങ്ങനെ പിറുപിറുന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇതെന്താ ഇത് തള്ള വൈബായല്ലോ എന്നൊക്കെ എനിക്കും പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ജിനി തേങ്ങ പൊളിക്കുന്ന സ്ഥലം കാണാൻ എന്തൊരു ഭംഗിയാന്ന് പറയുന്നത്. അത് നമ്മുടെ വീടിൻ്റെ ബാക്കാണ് കേട്ടോ. അത്യാവശ്യം വാഴയും മാവും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ കറിവേപ്പില ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രീനറി ഫീൽ ചെയ്യാണ് കേട്ടോ അവിടെ. എനിക്കും ഇഷ്ടമാണ് ആ ഭാഗം. പണ്ട് എപ്പോഴും അടിച്ചു വാരാൻ ഇഷ്ടമുള്ളൊരു ഭാഗമായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ അവിടെ ഫുള്ള് കല്ലും അങ്ങനത്തെ വലിയ വലിയ കട്ടകളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു വാരാനൊരു കംഫർട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പീസ് ഒന്ന് നന്നാക്കി അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഇരിക്കട്ടെ, ഐസ് പോയിട്ടില്ല. നമുക്ക് ഐസ് ഒന്ന് പോയിട്ട് വേണം ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ ചെയ്തെടുക്കാൻ. അതിന് മുമ്പ് ഒന്ന് പോയി അടിച്ചു വാരി കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായാലും കണ്ടിട്ട് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നില്ല. ഇന്ന് കുറേ കഴിഞ്ഞാണ് വീഡിയോ എൻ്റെ കണ്ണിൽ പെട്ടതെന്ന് പറയുന്നുണ്ട്. അതെന്താ മുത്തേ നോട്ടിഫിക്കേഷൻ വരാത്തത്? വന്നിട്ടില്ലെങ്കിൽ 2-3 ദിവസം അടുപ്പിച്ചിട്ടൊന്ന് കാണൂ കേട്ടോ. അപ്പോൾ എന്തായാലും വരുവേ. അങ്ങനെ ഇന്നലത്തെ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു, ബാക്കിയുള്ളത് ഞാൻ അരച്ച് ഇന്നേക്ക് ചൂടാൻ വേണ്ടിയിട്ട് അതിൽ മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും ചെയ്യും, എന്നാൽ ഉഴുന്ന് പൊങ്ങാത്തൊരു ഫീല് വരില്ല, നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഞാൻ നമ്മുടെ ചമ്മന്തി കൊണ്ടുവച്ചു, കറി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മല്ലിയില ചമ്മന്തിയാണ്. ഞാൻ ഒരു ദിവസം റെസിപ്പി ഇടാം. റോസ്റ്റ് റെഡിയാക്കിയിട്ട് കൊണ്ടുവച്ചു. അയൻകുട്ടി ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവർക്കും അപ്പം തന്നെ വേണമെന്ന് രാവിലെ കഴിക്കാനല്ലേ, ചില ഭാഗത്ത് അങ്ങനെ തന്നെയാണ്. ഞാൻ കരുതി ഉപ്പാക്ക് എന്തെങ്കിലും അസുഖം കൂടിയോന്ന്. ഇല്ല അസുഖമൊന്നും കൂടിയിട്ടില്ല, പ്രായമായതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് മൂപ്പരെന്നെ ഒന്ന് സെറ്റാക്കി എടുക്കണം, മെൻ്റലി മൂപ്പരെന്നെ ആ ഒരു ഗഡ്സ് ഉണ്ടാക്കിയെടുക്കണം. വേറെ പ്രത്യേകിച്ചൊന്നും പ്രോബ്ലംസ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വ്ളോഗിൽ എനിക്ക് അനാറ് ഫുള്ള് പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നു എന്ന്. എനിക്ക് അനാറ് പൊളിച്ച എൻ്റെ കയ്യിൽ ഫുള്ള് കറയായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ മൂപ്പരോട് പൊളിക്കാൻ പറഞ്ഞു. ഫുള്ള് പൊളിച്ച് തരാമെന്നും പറഞ്ഞിരുന്ന് കുറേ കഴിയുമ്പോഴേക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ആൾ. അപ്പോൾ എന്തായാലും നമ്മൾ അരിയൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ സ്പൈസസൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം ഒരു 8 വലിയുള്ളി, ഉപ്പും പിന്നെ പച്ചമുളകും മല്ലിയില പുതിനയില ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വേഗം അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇതാ ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. തിരി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പീസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 1.5 കിലോ ആണ് വെച്ചിരിക്കുന്നത്. 6 വലിയുള്ളി കേട്ടോ എടുത്തേക്കുന്നത്. അതുപോലെ 6 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. വലിയ സ്പൂണാണെങ്കിൽ 5 സ്പൂൺ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ വലിയ തക്കാളി ആയതുകൊണ്ട് ഞാനിവിടെ 4 എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൽ തന്നെ മല്ലിയില പുതിനയില കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട്
കൊടുത്തിട്ട് വീണ്ടും ഇളക്കിയിട്ട് നമ്മളിവിടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളി ഇവിടെ മെൽട്ടായിട്ട് വരും. സെക്കൻഡ് സിലിണ്ടർ ആർക്കും കിട്ടിയിട്ടില്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ കയ്യിൽ കമൻറ്റ് കാണുമ്പോൾ പേടിയാവുക. പിന്നെ 1.5 സ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇവിടെ പൊതുവെ ആരും ചേർത്തില്ല, ഞാൻ ചേർത്തി. പിന്നെ ഏകദേശം 1 സ്പൂണോളം നമ്മുടെ ഗരം മസാലയും വേവിച്ച മട്ടനും ചേർത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഈ മട്ടന് നല്ല ഫ്ലേവർ ഉണ്ട്. ഞാൻ ഒരുപാട് ഫാറ്റ് ഇട്ടിട്ടില്ല. ഫാറ്റ് ഇട്ടാൽ നമുക്ക് അത്രയും ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഒരു വലിയ നാരങ്ങയും 1 ഗ്ലാസ് തൈരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇനി അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ഒഴിച്ചു കൊടുക്കണം. മട്ടൻ വേവിച്ച വെള്ളം ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഒരു 1/4 പാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1.5, മൊത്തത്തിൽ ഒരു 1.5 മതി കേട്ടോ നമുക്ക്. പിന്നെ ഒരു 1.25 പാത്രം വീണ്ടും വെള്ളം ഒഴിച്ചു. ഇതിൽ വെള്ളം ഒഴിക്കണ കണക്ക് എല്ലാവർക്കും പ്രശ്നമാണ് അല്ലേ. അപ്പോൾ തിളച്ച ശേഷം ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കണം. സിമ്മിൽ വെക്കണ്ട കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളരിയൊക്കെ വെന്ത ശേഷം മാത്രം സിമ്മിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ 2 രീതിയിൽ വെന്ത് വരും കേട്ടോ അരി. എനിക്ക് 2-3 പ്രാവശ്യം അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതാ ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി മേലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യും അതുപോലെ മല്ലിയില പുതിനയൊക്കെ കൊത്തി അരിഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്തിയെടുക്കാം. അപ്പോൾ വീണ്ടും നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. കപ്പ ആദ്യം വേവിച്ച ശേഷം വെക്കണം എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ കപ്പ ബിരിയാണിയിൽ. അത് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. വേവിച്ച ശേഷം തന്നെ വെച്ചേക്കുന്നത്. കൂടുതൽ ഞാൻ വീണ്ടും ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റാക്കി ഇവിടെ അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മട്ടൻ ഗ്രേവിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജിനി തേങ്ങ അരച്ച സാമ്പാർ കാണിക്കാൻ മറക്കില്ലേ, ഞാൻ കാണിച്ചിട്ടുണ്ട് മുത്തേ. ഞാൻ ഷോർട്ട് വീഡിയോയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ജിനിത്ത എന്താ വിശേഷം ചോദിക്കുന്നുണ്ട്. ബസ്സില നാസർ അല്ലേ, സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വഴറ്റിയിട്ടാണ് മട്ടൻ കറി വെക്കുന്നത് കേട്ടോ. വലിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം വഴറ്റി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റി ഇതിലോട്ട് നമ്മൾ വേവിച്ച മട്ടനല്ല സാധാരണ മട്ടൻ. ഇതിൽ നിറയെ ചൂപ്പലുണ്ട്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂപ്പൽ. ഇക്കാക്ക് മാത്രമല്ല റിഹാൻക്കും ഉമ്മാക്കും ഒക്കെ ഇഷ്ടമാണ്. ഞാൻ മാത്രമുള്ളൂ ഈ ചൂപ്പൽ കഴിക്കാത്തതെന്ന് തോന്നുന്നു കേട്ടോ. അയാൻക്കും കുറച്ചൊക്കെ ഇഷ്ടമാണ്. കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതാ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഏതാണ് ഈ ചൂപ്പൽ എന്നുള്ളത് ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. ഞാൻ ഇതൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കട്ടെ എന്നിട്ട് കാണിക്കുക. ഇത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടി തിളപ്പിക്കാം നമ്മുടെ മൺചട്ടിയിൽ ഒഴിച്ചിട്ട്. അപ്പോൾ ഞാൻ മൺചട്ടിയിലോട്ടൊന്ന് ഒഴിച്ച് മല്ലിയിലയും അതുപോലെ നമ്മുടെ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. മട്ടൻ്റെ ഒരു കിക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ. പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഞാൻ അപ്പോഴേക്കും സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം മട്ടനൊക്കെ ഇട്ടിട്ട് തന്നെയായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് പെരുന്നാളിന് ഇതുപോലെ ഒരു കയ്യിൽ മട്ടൻ ബിരിയാണി കഴിച്ചു. ഇന്നും ഇതുപോലെ ഒരു കയ്യിൽ മട്ടൻ ബിരിയാണി കഴിക്കുന്നുണ്ട്. പക്ഷേ ഞാനതെങ്ങനെ കഴിച്ചെന്നുള്ളത് ഞാൻ അതിൽ പറയാം കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ റൈസൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പിന്നെ ആ റൈസ് മാത്രം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഡയറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം സാലഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് വയറ് നമ്മുടെ ഏകദേശമൊക്കെ ഫില്ലായിട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് സാധനങ്ങളും കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. വാതിലൊന്നും അടച്ചതാണ്, സൗണ്ട് കേട്ടോന്നറിയില്ല. അപ്പോൾ കാസറോളിൽ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മട്ടൻ ഇവിടെ അങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇതിൽ. അപ്പോൾ ഇതിൽ ചൂപ്പല്ല് എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ആ സാധനമല്ലേ, അതാണ് ഇവരിങ്ങനെ വലിച്ചെടുത്തിട്ട് കഴിക്കണത് കേട്ടോ. ഞാനത് ഇങ്ങനെ അത്രയ്ക്ക് നോക്കാറില്ല. കണ്ടില്ലേ ഈ ഒരു സാധനം മജ്ജ എന്ന് പറയില്ലേ നമ്മളവിടെയൊക്കെ. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റോടെ കഴിക്കണതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്, പ്ലേറ്റും കാര്യങ്ങളൊക്കെ. എൻ്റെ പ്ലേറ്റ് മറ്റേ തന്നെ വെച്ചു. ചെറിയ പ്ലേറ്റാണ് ഇപ്പോൾ ഞാൻ വെക്കാറുള്ളത്, വലിയ പ്ലേറ്റൊന്നും വെക്കാറില്ല. വലിയ പ്ലേറ്റ് വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിക്കും. അങ്ങനെ അയാൻകുട്ടി, റിഹാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. റിഹാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും അയാൻക്കും ഉള്ളത് എല്ലാവർക്കും ഉള്ളത് വിളമ്പുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഞങ്ങൾക്കുള്ളത് വിളമ്പി കേട്ടോ. ഞങ്ങൾ ഈ ചൂപ്പല്ലൊന്നും കഴിക്കില്ലല്ലോ, അവർ വെറും അതിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിലോട്ട് ഗ്രേവി ഒന്നും അധികം ഇല്ലാണ്ട് 2-3 പീസ് വെച്ചു. എനിക്ക് മട്ടനും ചിക്കനും ഇങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ കഴിക്കുക, എണ്ണ കഴിക്കണ്ട എന്നാണ് പറയാറ്. പക്ഷേ ഇതിൽ ഇച്ചിരിയൊക്കെ എണ്ണ ഉണ്ടാവുമല്ലോ. പിന്നെ സാലഡ് ഇത്രയും നിറച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ അത് ഫുള്ള് കഴിച്ച ശേഷമുള്ളൂ പിന്നീട് എടുക്കുക കേട്ടോ. ഞാൻ ബിരിയാണിത്തെ 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്.
റൈസ് ഞാനിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ 2 പീസ് മാത്രം എടുത്തു വെച്ചു. ഇനി അതെല്ലാം കഴിച്ച് എൻ്റെ വയറ് പകുതി മുക്കാൽ ഭാഗം നിറയുമല്ലോ, അതിന് ശേഷം നമുക്ക് റൈസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈവനിങ് വെറുതെ ഇങ്ങനെ അതേ തേരാപ്പാരൊക്കെ നടന്ന് ചായ വെക്കണം. പിന്നെ അതേപോലെ പഴം ഉണ്ടായിരുന്നു. ആ പഴം പോയിട്ട് നമ്മൾ അന്ന് പഴം വെട്ടിയത് ഓർമ്മ ഉണ്ടോ? ഇതാണ് കേട്ടോ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഒരു വെള്ള പൗഡറുകൾ കണ്ടോ, അതാണ് പ്രാന്ത് വരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ മാക്സിമം കഴിച്ചു, കുറേ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്തു, ബാക്കി കളയുകയും ചെയ്തു കേട്ടോ. കുറേ കളയാനും വന്നിട്ടുണ്ടായിരുന്നു. ചായയും വെച്ചു, കുറച്ച് ബിരിയാണി ഞാൻ എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു കേട്ടോ. കാരണം 1.5 കിലോ ഉണ്ടല്ലോ, ബാക്കി നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത്ര ക്വാണ്ടിറ്റിയിൽ ഞാൻ വെക്കണത് തന്നെ കേട്ടോ. ഒരു ദിവസം നമുക്ക് ലഞ്ച് ഉണ്ടാക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊരു സുഖമല്ലേ. പിന്നെ നാളെ നമുക്ക് കോളേജിലും പോകണ്ടേ, അതുകൊണ്ടാണ്. ഫസ്റ്റ് ഞാൻ കോളേജിൽ പോയ പാർട്ടാണ് ഫസ്റ്റ് ഇട്ടത് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കൺഫ്യൂഷൻ. അങ്ങനെ ഞാനിതാ ഇതുപോലെ വിളമ്പിയിട്ടുണ്ട്. രാത്രിക്ക് കഴിക്കാൻ കുറച്ച് പുറത്തും വെച്ചിട്ട് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അപ്പോഴേക്കും നമ്മുടെ ചായ റെഡിയായി. ഞാൻ വേഗം ചായയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചക്കയും കൂടെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോഴേക്കും കുറച്ച് ഗസ്റ്റൊക്കെ കാണാൻ വേണ്ടി വന്നു. നമ്മളെപ്പോഴും ചക്ക എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഗസ്റ്റ് വരും കേട്ടോ. നമ്മൾ കയ്യിലേക്ക് ചക്കപ്പശയൊക്കെ ഉണ്ടാവില്ലേ, വേഗം പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് പോയി കഴുകി എടുത്തിട്ട് വന്ന് അങ്ങനെ വർത്താനം പറയാറാണ്. അങ്ങനെ ഇതാ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ചക്കയാണ്. ഫസ്റ്റ് നമ്മൾ മുറിച്ച് ആ ചക്കൻ്റെ ടേസ്റ്റ് പിന്നെ ഒരു ചക്കക്കും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ആ ചക്ക ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് ഫുള്ള് കഴിക്കുകയും ചെയ്തു നമ്മൾ. ഇതും നമ്മൾ ഫുള്ള് കഴിച്ചു. കുറച്ച് ചക്ക മാത്രം ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചക്ക പായസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ സൺഡേ ഇല്ല, നെക്സ്റ്റ് സൺഡേയിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഉമ്മ അത് ചക്കയൊക്കെ വെട്ടി ശരിയാക്കുമ്പോഴത്തേക്കും തുണികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിലൊക്കെ നിറയെ എണ്ണയൊക്കെ പുരട്ടി ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു വലിക്കാൻ. ഉമ്മ വെട്ടിത്തരും, ഞാനിങ്ങനെ വലിച്ച് കുരുവും ചവണിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വെക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വായിലിടും കേട്ടോ. അങ്ങനെ തന്നെയാണ് ചക്ക നമ്മൾ റെഡിയാക്കാറ്. പണ്ടൊക്കെ നമ്മൾ ചക്ക മുറിക്കുമ്പോഴേ ചുറ്റും എല്ലാവർക്കും ഓരോ പീസ് അങ്ങോട്ട് കയ്യിൽ കൊടുക്കില്ലേ, എന്നിട്ട് നമ്മൾ വലിക്കുക, നമ്മൾ കഴിക്കുക, അതോടെ ചക്ക പരിപാടിയാണ് കഴിയൂല്ലേ. പിന്നെ ഇതാ ഞാനൊരു റെസിപ്പിയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റാഗിയുടെ ഒരു സ്മൂത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് അരിച്ചപ്പോൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് എന്നെ ഇളക്കി സെറ്റാക്കേണ്ടി വന്നു. എനിക്കറിയില്ലായിരുന്നു എങ്ങനെ അത് എടുക്കണം എന്നുള്ളത്. ഞാൻ റാഗി വെച്ചിട്ട് അങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. കുറുക്കി എടുത്തിട്ടുണ്ട് റാഗി. ഒന്ന് ചൂടാറിയ ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ഒരു ആപ്പിളും അതുപോലെ ഞാൻ ശർക്കര വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ പാല് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഞാൻ റിഹാൻക്കും അയാൻക്കും കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഡയറ്റിൽ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് കഴിക്കണ്ടെന്ന് പറഞ്ഞു, കാരണം നല്ല കാലോറി ഉള്ള സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.